വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയുടെ 3-ാമത്തെ അധ്യായത്തിന്റെ കേൾവിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. മജീദിന്റെയും സുഹ്റയുടെയും ആത്മബന്ധത്തിന്റെ രസകരമായ ചില കാഴ്ചകളാണ് ഈ ഒരു അധ്യായത്തിന്റെ വിഷയമാകുന്നത്. അധ്യായം 3. സുഹ്റ കണക്കിൽ മിടുക്കിയായിരുന്നു. വാദ്യാർ അവളെ പുകഴ്ത്തുകയും മജീദിനെ അടിക്കുകയുമായിരുന്നു പതിവ്. കണക്കുകളെ സംബന്ധിച്ചിടത്തോളം മജീദിന് ആകപ്പാടെ ഒരങ്കലാപ്പാണ്. എത്ര ശ്രമിച്ചാലും ഒന്നും ശരിയാകുകയില്ല. മണ്ട ശിരോമണി എന്നാണ് മജീദിനെ വാദ്യാർ വിളിക്കുക. ഹാജർ വിളിക്കുന്നതും അങ്ങനെയാണ്. അതിലാർക്കും ഒരു പരാതിയുമില്ല. മജീദ് മണ്ടനാണ്. അതുകൊണ്ട് അവൻ കുട്ടികളുടെ ഇടയ്ക്കിരുന്ന് ഉച്ചത്തിൽ വിളി കേൾക്കും, ഹാജേർ. ഒന്നും എത്രയാണടാ? ഗുരുനാഥൻ ഒരിക്കൽ മജീദിനോട് ചോദിച്ചു. 1 2 ലോകപ്രസിദ്ധമാണല്ലോ. പക്ഷേ അതിന് മജീദ് പറഞ്ഞ അത്ഭുതകരമായ സമാധാനം കേട്ട് ഗുരുനാഥൻ പൊട്ടിച്ചിരിച്ചുപോയി. ക്ലാസ് ആകെ ചിരിച്ചു. മജീദ് പറഞ്ഞ സമാധാനം പിന്നീട് അവന്റെ പരിഹാസപ്പേരുമായി തീർന്നു. ആ ഉത്തരം പറയുന്നതിന് മുൻപ് മജീദ് ആലോചിച്ചു. 2 നദികൾ സമ്മേളിച്ചു കുറച്ചുകൂടി തടിച്ച ഒരു നദിയായി ഒഴുകുന്നത് പോലെ 2 ഒന്നുകൾ ഒരുമിച്ച് ചേരുമ്പോൾ കുറച്ചുകൂടി വണ്ണം വെച്ച ഒരു വലിയ ഒന്നായി തീരുന്നില്ലേ? അങ്ങനെ കണക്ക് കൂട്ടി സാഭിമാനം മജീദ് പ്രസ്താവിച്ചു. ഉമ്മിണി വലിയ 1. അങ്ങനെ കണക്കുശാസ്ത്രത്തിൽ ഒരു പുതിയ തത്വം കണ്ടുപിടിച്ചതിന് മജീദിനെ അന്ന് ബെഞ്ചിൽ കയറ്റി നിർത്തി. ഉമ്മിണി വലിയ 1. എല്ലാവരും അവനെ നോക്കി ചിരിച്ചു. എന്നിട്ടും മജീദ് സമ്മതിച്ചില്ല 1 2 എന്നുള്ളത്. ആയതിനാൽ അത്ഭുതകരമായ ആ ഉത്തരത്തിന്റെ പ്രതിഫലം എന്നോണം 6 ചുട്ട അടി മജീദിന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി സാമാന്യം ഭേദപ്പെട്ട ഒരു വലിയ അടിയായി വിചാരിച്ചു കൊള്ളാൻ അധ്യാപകൻ മജീദിനോട് പറയുകയും ചെയ്തു. അതിനുശേഷം സഹപാഠികൾ അവനെ കാണുമ്പോൾ തമ്മിൽ പറയും, ഉമ്മിണി വലിയ 1. ആ പരിഹാസവും അതിനു കാരണമായ സംഗതിയും മജീദിനെ വളരെ വേദനപ്പെടുത്തി. അവൻ പറഞ്ഞത് പരമസത്യമാണ്. പക്ഷേ ആരും അത് വിശ്വസിക്കാത്തത് എന്താണ്? ഒരുപക്ഷെ തെറ്റായിരിക്കാം. മജീദ് തനി മണ്ടനായിരിക്കാം. സഹിക്കവയ്യാത്ത സങ്കടത്തോടെ മജീദ് ചെന്ന് ഉമ്മയോട് ആവലാതി പറഞ്ഞു. മാതാവ് കനിവോടെ ഉപദേശിച്ചു, സങ്കടമെല്ലാം പടച്ചവനെ അറിയിക്കുവാൻ. റബ്ബുൽ ആലമീൻ ഒരുത്തരുടെയും അപേക്ഷ തള്ളിക്കളകേല മോനെ. അതനുസരിച്ച് ആ പിഞ്ചു ഹൃദയം പ്രപഞ്ച സ്രഷ്ടാവായ ജഗന്നിയന്താവിനോട് ഹൃദയപൂർവം അപേക്ഷിച്ചു, എന്റെ റബ്ബേ, എന്റെ കണക്കുകളെല്ലാം ശരിയാക്കി തരണേ. അതായിരുന്നു മജീദിന്റെ ആദ്യത്തെ പ്രാർത്ഥന. രാവും പകലും മജീദ് പ്രാർത്ഥിക്കും. എന്നിട്ടും കണക്കുകളെല്ലാം തെറ്റുകയാണ് ചെയ്തത്. മജീദ് വളരെ അടിയും കൊണ്ടു. കൈവെള്ള എപ്പോഴും വിങ്ങും. അവനു സഹിക്കാൻ കഴിയുന്നില്ല. സംഗതികളൊക്കെ മജീദ് സുഹ്റയോട് പറഞ്ഞു. അത് വളരെ പിണക്കങ്ങൾക്കു ശേഷമാണ്. ഉമ്മിണി വലിയ 1 ആയതിനു ശേഷം മജീദ് ആരോടും മിണ്ടുകയില്ലായിരുന്നു. അടുത്ത ബെഞ്ചിലിരുന്ന് സുഹ്റ നോക്കും. മജീദ് മുഖം തിരിച്ചു കളയും. ഒടുവിൽ മജീദ് മിണ്ടി. സുഹ്റ ചിരിച്ചു. അവൾ സ്ഥലം മാറി ഇരുന്നു. മജീദിന്റെ തൊട്ടടുത്ത് ബെഞ്ചിന്റെ അറ്റത്തായി അവളുടെ ഇരിപ്പ്. അതോടെ മജീദ് അടി കൊള്ളാതായി. അത്ഭുതകരമായി അവന്റെ കണക്കുകൾ ഒക്കെ ശരിയായി. അമ്പടാ! അധ്യാപകൻ അത്ഭുതപ്പെട്ടു. ഞാൻ വിചാരിച്ചതുപോലെ നിന്റെ തലയ്ക്കുള്ളിൽ മുഴുവനും കളിമണ്ണല്ല. അങ്ങനെ ഗുരുനാഥന്റെ സ്തുതിവചനങ്ങൾ മജീദിന്റെ പരിഹാസ പേരിനെ മാച്ചുകളഞ്ഞു. കുട്ടികൾ അസൂയയോടെ പറയും, മജീദാണ് ക്ലാസ്സിലെ 1-ാമൻ. അത് കേൾക്കുമ്പോൾ സുഹ്റ പുഞ്ചിരി തൂകും. അതിന്റെ പൊരുൾ മറ്റാർക്കും മനസ്സിലായിരുന്നില്ല. മജീദിന്റെ കണക്കുകൾ ശരിയാകുന്നതിന്റെ രഹസ്യം സുഹ്റായുടെ മന്ദഹാസത്തിൽ ഒളിഞ്ഞു കിടന്നിരുന്നു. കണക്കുകൾ ചെയ്യാൻ കുട്ടികളൊക്കെ എണീറ്റ് മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ മജീദിന്റെ ഇടത്തെ കണ്ണ് സുഹ്റയുടെ സ്ലേറ്റിലായിരിക്കും. അവളുടേത് മജീദും പകർത്തും. കണക്കു ചെയ്തു തീർന്നാലും അവൾ ഇരിക്കുകയില്ല. ആദ്യം മജീദ് ഇരിക്കണം. പള്ളിക്കൂടത്തിൽ നിന്ന് അവർ ഒരുമിച്ച് വീടുകളിലേക്ക് വരുന്ന സമയത്ത് മറ്റാരും കേൾക്കാതെ മജീദിനെ സുഹ്റ കളിയാക്കും. പലതും ഓർത്ത് സുഹ്റ മന്ദഹസിക്കും.
എന്നിട്ട് മന്ത്രിക്കും, ഉമ്മിണി വലിയ ഒന്ന്. അപ്പോൾ മജീദിന്റെ ദേഷ്യം മുഴുവനും ഒറ്റ വാക്കിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവൻ പറയും, രാജകുമാരി. അത് കേട്ടു വെള്ളിമണിയുടെ മന്ത്രധ്വനി പോലെ ശോകമധുരമാം വണ്ണം ചിരിച്ചുകൊണ്ട് അവൾ വിരലുകളിലേക്ക് നോക്കും. ആ നഖങ്ങളൊക്കെ ഭംഗിയായി മുറിച്ചതാണ്. വെടുപ്പിനും വൃത്തിക്കും സ്കൂളിലെ ഉത്തമ മാതൃകയാണ് അവൾ. മജീദിന്റെ പുസ്തകങ്ങളിൽ എന്നും മഷിയും കറയും പുരണ്ടിരിക്കും. അവൻ നാട്ടിലുള്ള മാവുകളിലൊക്കെ വലിഞ്ഞു കയറും. അവയുടെ ഉച്ചിയിലെ ചില്ലക്കൊമ്പുകളിൽ പിടിച്ച് ഇലപ്പടർപ്പുകളുടെ മീതെ കൂടി അനന്തമായ ലോകവിശാലതയിൽ നോക്കുക അവന് ഒരു രസമാണ്. ചക്രവാളത്തിന്റെ അപ്പുറത്തുള്ള ലോകങ്ങൾ കാണുവാൻ അവന് കൊതിയാണ്. ഭാവനയിൽ മുഴുകി അവൻ വൃക്ഷത്തിന്റെ ഉച്ചിയിൽ നിൽക്കുമ്പോൾ അടിയിൽ നിന്ന് സുഹറ വിളിച്ചു ചോദിക്കും, മക്കം കാണാവോ ചെറുക്കാ? മജീദ് അതിനുത്തരമായി ഉയരെ മേഘങ്ങളോട് പറ്റിച്ചേർന്ന് പറക്കുന്ന പരുന്തുകളുടെ പാട്ട് എന്ന് വിശ്വസിക്കുന്ന വരികൾ സ്വരമാധുര്യത്തോടെ ഉരുവിടും. മക്കം കാണാം, മദീനത്തെ പള്ളിയും കാണാം. 3-ാമത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.